ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഓശാന ഞായർ. ഓശാന ഓശാന, ദാവീദാത്മജന് ഓശാന എന്നിങ്ങനെയുള്ള ഗാനങ്ങൾ പ്രചാരം പ്രാപിച്ചിട്ടുള്ള ഇന്ന് ഓശാന പെരുന്നാൾ അപരിചിതമായി തോന്നുകയില്ല. ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം ഈശോ ജെറുസലേം ദേവാലയത്തിൽ ഒരു സന്ദർശനം നടത്തി. ആഘോഷപൂർവകമായ ജെറുസലേം പ്രവേശനം തന്നെയാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. ഒരു കഴുതയുടെ പുറത്ത് വെള്ളത്തുണി വിരിച്ച് ഈശോ അതിന്മേലിരുന്നു. പുരുഷാരം ഒലിവ് ശാഖകൾ കയ്യിലേന്തി ഓശാന ഗീതത്തോടെ അവിടത്തെ സ്വീകരിച്ചു. ദാവീദിൻ സുതന് ഓശാന, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു. ഈ ഓശാന വിളി രസിക്കാത്ത ഫരിസേയർ അത് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ മൗനം അവലംബിച്ചാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ പറയുന്നു എന്ന് ഈശോ അരുളിച്ചെയ്തു. അവിടുന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ജനങ്ങൾ തങ്ങളുടെ മേലങ്കി വഴിയിൽ വിരിച്ചു. നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ കഴുതയാകുന്ന ഹൃദയത്തിൽ വരപ്രസാദമാകുന്ന വെള്ളവസ്ത്രം വിരിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ദാവീദിൻ സുതന് ഓശാന എന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ടോ? ഓശാന ഞായറാഴ്ച കുരുത്തോല ഞായറാഴ്ച എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കുരുത്തോല സന്തോഷവും മരണത്തിന്മേലുള്ള വിജയവും സൂചിപ്പിക്കുന്നു. കുരുത്തോല ഇല്ലാത്തിടങ്ങളിൽ പച്ച ഇലകളും പുഷ്പങ്ങളും റിബൺ കൊണ്ട് ഒരു വടിയിൽ കെട്ടി അന്നത്തെ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്നു. ഒലിവ് ശാഖകൾ ഒന്നുകൂടി സാർത്ഥകമാണല്ലോ. കുരുത്തോല വെഞ്ചരിപ്പ് 4-ാം ശതാബ്ദത്തിൽ ആരംഭിച്ചു. ഓശാന ഞായറാഴ്ച വലിയൊരു ജനക്കൂട്ടം ജെറുസലേമിനടുത്തുള്ള ഒലിവ് മലയിൽ കയറി ശാഖകൾ ഒടിച്ചെടുത്ത് സ്ഥലത്തെ മെത്രാനച്ചന് വിശുദ്ധ നഗരത്തിലേക്ക് ഒരു വരവേൽപ്പ് നൽകിയിരുന്നു. കാറ്റർബറി ആർച്ച് ബിഷപ്പ് ലാൻഫ്രാങ്കിൻ്റെ കാലത്ത് ഓശാന പ്രദക്ഷിണം കൂടുതൽ ആഘോഷപൂർവകമായിരുന്നു. വിശുദ്ധ കുർബാനയും പ്രദക്ഷിണത്തിന് എടുത്തിരുന്നു. മധ്യയുഗത്തിൽ യേശു കഴുതപ്പുറത്തിരിക്കുന്നതായി ഒരു രൂപം ഉണ്ടാക്കുകയും ആ രൂപം പ്രദക്ഷിണത്തിന് എടുക്കുകയും ചെയ്തിരുന്നു. ഓശാന തിരുനാൾ പീഡാനുഭവ സ്മരണകളുടെ നാന്ദിയാണെങ്കിലും ഓശാന വിളി ഹൃദയത്തിന് മാധുര്യവും ആനന്ദവും നൽകുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന് വിളിച്ച ജനമാണ് 6 ദിവസങ്ങൾക്ക് ശേഷം അവിടത്തെ തള്ളി ബറാബാസിനെ തിരഞ്ഞെടുത്തതും അവനെ കുരിശിൽ തറയ്ക്കുവിൻ എന്ന് ആർത്തു വിളിച്ചതും. നമ്മുടെ പ്രതിജ്ഞാദാർഢ്യം എത്രമാത്രമുണ്ട്! എല്ലാവർക്കും ഓശാന ഞായറാഴ്ചയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു.